അമ്മേടെ അടുത്തേക്ക്. അപ്പോൾ എന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കൺമണിക്കുട്ടിയുടെ അച്ചാച്ചൻ്റെ അമ്മാമേരും കൂടിയാണ് ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാട്ടെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഓർമ്മ രസമുണ്ട്. അപ്പോൾ ഓണം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കുള്ളൂ കേട്ടാ. 4 കുപ്പി ഭയങ്കര പ്രത്യേകതയുണ്ട്. ഒത്തിരി രുദ്രാക്ഷങ്ങൾ. അടുത്ത പ്ലേറ്റ് ഞാൻ കൊടുക്കാൻ പോവാ. അതെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. ഞാനും കൺമണിക്കുട്ടിയും കൂടിയിട്ട് ഇപ്പോൾ തുമ്പക്കുടം പറിക്കാൻ പോവാണ് കേട്ടാ. അപ്പോൾ നമ്മുടെ അവിടുത്തെ പറമ്പിലേക്കായിട്ട് ഞങ്ങൾ പോണത് പറിക്കാനായിട്ട്. അപ്പോൾ കൺമണിക്കുട്ടി ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടം തിരുവോണത്തിനുള്ള വിശേഷങ്ങളായിട്ട് നമ്മൾ കാണിക്കണേ. വീഡിയോ വരുമ്പോൾ കുറച്ച് വൈകും, ചൊവ്വാഴ്ച ആയിരിക്കും വരിക. പക്ഷെ വിശേഷങ്ങൾ നേരത്തെ ഉള്ളതാണ് കേട്ടാ. അപ്പോൾ പൊട്ടിക്കാൻ പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടാ. തുമ്പക്കുടം അറ്റത്തട്ട കൺമണിക്കുട്ടിയല്ലേ പറഞ്ഞ തുമ്പക്കുടം കണ്ടിട്ടില്ല എന്ന്. എന്താണ് നമ്മുടെ കൺമണിക്കുട്ടി തുമ്പക്കുടം പറിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ഇത് ആദ്യം കൺമണിക്കുട്ടി കാട്ടി കൊടുക്കണം. കൺമണിക്കുട്ടി ഇതാണ് തുമ്പക്കുടം. ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവില്ല കൺമണി. എവിടെയും കണ്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നുണ്ട് പൊന്നുവിനെ? ഇല്ല, അവർക്ക് ഓർമ്മയേ ഇല്ല കേട്ടാ. ഇതാണ് പൊന്നു തുമ്പക്കുടം. നമ്മൾ ഓണത്തിന് ഇപ്പോൾ നമ്മൾ തൃക്കാലപ്പം വയ്ക്കുമല്ലോ, അപ്പോഴൊക്കെ ഇടുമ്പോൾ കൺമണിക്കുട്ടി കാട്ടി തരാം കേട്ടോ. ഇതെന്താ ചെയ്യണേന്നുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലേ ഈ പറമ്പിലെ പുല്ല് വലിക്കുന്ന ടൈമിൽ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുമ്പക്കുടം നിൽക്കുന്നുണ്ട്, അത് നമ്മൾ വലിച്ച് കളഞ്ഞിട്ടില്ല എന്ന്. അത് കാരണം നമുക്ക് ഓണത്തിന് ആവശ്യമുള്ള തുമ്പക്കുടം നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാൻ കിട്ടി. ഇത് പൊട്ടിക്കട്ടെ? എൻ്റെ മോള് പൊട്ടിക്കണ്ട. പൊട്ടിക്കണില്ല. ഇത് ഇങ്ങനെ നുള്ളിയെടുക്കണം. എന്താ കൺമണിക്കുട്ടി പുത്തൂരായിരുന്നു കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ കൺമണിക്കുട്ടിയുടെ അപ്പൂപ്പ വന്നിട്ടുള്ള കാരണം കൺമണിക്കുട്ടി നാളെ ഓണായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ പിന്നെ ഓണം വയ്ക്കുക വൈകിട്ടാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 5:30 ആയിട്ടുള്ളൂട്ടാണ് നമ്മളിപ്പോൾ തുമ്പക്കുടം പറിക്കാൻ വരുന്ന ഈ ഒരു ടൈം എന്ന് പറയണത്. അപ്പോൾ നല്ല വാടാണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു സമയത്തേക്ക് നമ്മൾ നുള്ളാൻ വേണ്ടി ഇരുന്നത്. എൻ്റെ മോള് കൊതൊന്നും കടിക്കണില്ലല്ലോടാ. ആ കൊതുവിൻ്റെ ഇപ്പത്തിരി കൊതുവിൻ്റെ ശല്യം കുറവായിട്ടുണ്ട് നമുക്ക്. മറ്റേത് ഈ പറമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് കൺമണിക്കുട്ടി ഇപ്പോൾ തൊട്ട് കുറച്ച് കുറവാണ് നമ്മുടെ കൂടെ വരുന്നത്, ഇവിടെ ഇല്ലാത്ത കാരണം. പക്ഷെ വന്നാൽ തന്നെ കൺമണിക്കുട്ടി പറയും ഒന്ന് പോനോ. സ്പൈഡർമാൻ അല്ലേ? സ്പൈഡർ. 8 കാലി വല കെട്ടിയിട്ടുണ്ടെന്ന് പറയാം കൺമണിക്കുട്ടി. അപ്പോൾ കൺമണിക്കുട്ടീനെ ഞാൻ പറമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴേ അവളപ്പോൾ കൊതു കുത്തിയിട്ട് അവൾ പറയും ഇതന്നെ കൊതു കുത്തണു. ഇപ്പം ഇതേ കൊതൊന്നും കുത്തണില്ല അല്ലേ വാവേ? നോക്കി തന്നോട്ടെ മുത്തേ. ഉണ്ടോ മിതര കൈ പിടിക്കും മുത്തേ? ഇന്നലെ വെല്ലം കുത്തി കൊള്ളും എൻ്റെ മോളുടെ മേല്. അപ്പം നമ്മളിതാ എത്രയും തുമ്പക്കുടം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ടിട്ട് നമുക്ക് ആവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വയ്യ എവിടെ? കൺമണിക്കുട്ടിയുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ടല്ലേ. ചേട്ടനപ്പോൾ ഓണം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തൃക്കാലപ്പനെ പൂജിക്കുക അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ കൺമണിക്കുട്ടിയുടെ വീട്ടിലത്തെ തൃക്കാലപ്പനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അവൾക്കാണെങ്കിൽ തൃക്കാലപ്പത്തുമ്പോൾ നമ്മൾ പൂ കുത്തലോ, അപ്പോൾ അത് കുത്താൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ്റെ പൂജ കഴിഞ്ഞ് നോക്കിയിട്ടാണ് ആൾ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കൺമണിക്കുട്ടി കുറേ നേരം നോക്കിയിരുന്നിട്ട് ആ പൂവൊക്കെ ഇതാ തൃക്കാലപ്പമ കുത്തി തുടങ്ങി. അപ്പോൾ കൺമണിക്കുട്ടി തന്നെയായിട്ട് ഓരോ കളറുകളും സെലക്ട് ചെയ്ത് ഓരോന്ന് കുത്തണത്. ഓണം വെക്കൽ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഓണം വയ്ക്കുക. അച്ചാച്ചനും കൺമണിക്കുട്ടി ആറോപ്പം വിളിക്കാൻ പോവാണ് കേട്ടോ. ഓണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വിളിക്കും. കൺമണിക്കുട്ടി ആറോപ്പം വിളിച്ചു. ഇനി കൺമണിക്കുട്ടി എന്താ കഴിക്കണ്ടേ? ആട കഴിക്കണല്ലേ? ഇതെടുത്ത് തരാം കേട്ടാ. നമ്മളുണ്ടല്ലോ ഓണം വെക്കണ അടാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പൂവട ഉണ്ടാക്കിയത്. അപ്പോൾ മധുരം ഇല്ലാണ്ട് വെക്കുന്നത് പൂവട. പക്ഷെ നമുക്ക് അന്നും അമ്മമാർ മധുരം ഇട്ടിട്ടും അട ഉണ്ടാക്കി തരും. കാരണം ഓണം വെക്കുമ്പോൾ മധുരം ഇല്ലാത്ത അടയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം ഞാൻ അതേപോലെ തന്നെ നമ്മുടെ കൺമണിക്കുട്ടിയൊക്കെ ചെറുതാണല്ലോ, അപ്പം മധുരമൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചുട്ടെടുക്കുകയാണ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. എങ്ങനെയുണ്ട് കൺമണി? രസം ഉണ്ടെന്ന് പറഞ്ഞേ.
രസമുണ്ട്. അപ്പോൾ ഓണം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കുള്ളൂ കേട്ടാ. അപ്പോൾ നമ്മുടെ ഉത്രാട വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കം തന്നെ തിരുവോണത്തിൻ്റെ ദിവസത്തെ വിശേഷങ്ങളും കൂടി കാണിക്കും നമ്മളിന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഉത്രാടത്തിൻ്റെ എന്താ പറയുക ഷേട്ടാ, ഉത്രാട ദിവസം അതായത് മാവേലിനെ വരവേൽക്കാനായിട്ട് ഓണത്തപ്പൻ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നാളെ വീണ്ടും തിരുവോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ഇല്ലെന്ന് കാണുമണിയേ. ഇനി നമ്മൾ നാളത്തെ തിരുവോണ വിശേഷങ്ങളും പറയൂ. പറഞ്ഞേ നാളത്തെ തിരുവോണത്തിന്റെ എന്റെ വിശേഷങ്ങൾ കാണാന്ന്. തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഞങ്ങൾ ഇത് അമ്പലത്തിൽ പോവാണ്. അപ്പൊ കൺമണിക്കുട്ടി ഒരു വട്ടം കൊണ്ടൊന്ന് ഹാപ്പി ഓണം പറഞ്ഞേ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ കൺമണിക്കുട്ടി അച്ചാച്ചൻ്റെ അമ്മാമ്മേരും കൂടിയായിട്ട് അമ്പലത്തിൽ പോവാം. ഇവിടുന്ന് ഞാനിപ്പോൾ ഷായേട്ടനും ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക്. അപ്പോൾ ഞാൻ കൺമണിക്കുട്ടീനെ നേരെ കൺമണിക്കുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. തിരുവണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കായിട്ട് നമ്മൾ തൊഴാൻ വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അമ്പലത്തിൽ പോയിട്ട് നേരെ നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയിട്ട് അമ്മേൻ്റെ അടുത്തേക്ക്. അപ്പോൾ എന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് ഉണ്ണികൾക്കൊക്കെ വെച്ചിരുന്നു. അപ്പോൾ നോക്കിയാൽ ഉണ്ണികളെല്ലാവരും ഇതാ ഊണ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ലൈലേക്കാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ കണ്ണുംകുട്ടി ഇവിടെ ഇരുന്ന് മാമുണ്ണുണ്ട്. അയ്യോ കണ്ണുംകുട്ടിക്ക് പച്ചക്കറി ആകുമ്പോൾ ഇച്ചിരി മടിയ ഭക്ഷണം കഴിക്കാനേ. അപ്പം മതി തോണ്ടിരിക്കാവേ. പിന്നെ എൻ്റെ മക്കൾ എത്തിയിട്ടില്ല കേട്ടാ. മക്കൾക്ക് സ്വതവേ ക്യാമറയിൽ നിൽക്കാൻ അവർക്ക് മടിയാണ്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മക്കളും അതേപോലെ അവിടെ ചേട്ടൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ട് അവർ വണ്ടറിൽ പോയിരിക്കുകയാണ്. പിന്നെ നമ്മളും ഇന്നൊരു വൺ ഡേ ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂർ ഇഷ ടെമ്പിളിലേക്കായിട്ട് നമ്മൾ പോണത്. അപ്പം ഞാൻ അമ്മേരൊക്കെ കൂടി ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങും. പിന്നെ അമ്മയുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഒരുമിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് കേട്ടോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ അച്ഛനും അമ്മയുടെയൊക്കെ ഓർമ്മകൾ. പെട്ടെന്ന് മനസ്സിലൂടെ ഒരു വേദനയായിട്ട് വന്നത് ആ ഒരു സമയത്തായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന വേഗം ഡ്രസ്സൊക്കെ മാറി നമുക്കത് ട്രാവലറിലാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരണം നോക്കിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി കയറിയിട്ട് പിന്നെ നേരെ പുത്തൂർക്കാട്ട പോവാം. പുത്തൂർ പോയിട്ട് പെങ്ങളും അതുപോലെ അളിയനൊക്കെ അവിടെ നിന്ന് കയറ്റിയിട്ടാണ് പിന്നെ പോവാം. പിന്നെ അതുപോലെ നമുക്ക് ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അത് വഴി കുറച്ച് കൂടുതലുണ്ട് നമ്മുടെ പാലക്കാട് അടുത്തായിട്ടാട്ടാ. അപ്പൊ അളിയൻ അറിയാലോ ഇപ്പൊ എല്ലാവർക്കും. പെങ്ങള് അപ്പൊ കൺമണിക്കുട്ടിയുടെ അമ്മ വരുന്നില്ല ഏട്ടാ. കൺമണിക്കുട്ടിയുടെ അമ്മ നമ്മുടെ കൂടെ അവിടെ നിന്ന് വന്നെങ്കിലും കൂടിയിട്ട് അവള് പുത്തൂര് നിൽക്കുക. അപ്പൊ ചേട്ട കണ്ണാടിയാ കയറാം പോവാം നമുക്ക് കയറാം. നമ്മുടെ കൺമണിക്കുട്ടിയാണെങ്കിലോ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂൻ്റെ അടുത്ത് കുറേ നേരം കളിക്കും, പിന്നെ ഷായേട്ടൻ്റെ അടുത്ത് വന്ന് കളിക്കും. അങ്ങനെയായിട്ട് അവൾ നല്ല ഉഷാറായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ പോണത് നമ്മൾ പറഞ്ഞ ഫാമിലി ഫ്രണ്ട് ഉണ്ട് പാലക്കാട്. അപ്പം അങ്ങോട്ടായിട്ട് നേരെ വണ്ടി ആദ്യം പോണത്. അവരെ കയറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ കോയമ്പത്തൂർക്ക് പോകുന്നത്. ഇപ്പം നമ്മളിതാ കൊടുവായൂർ എത്തി നോക്കാട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഒരു ഫാമിലി ഫ്രണ്ട് കൂടി ഉണ്ട് നമ്മുടെ കൂടെ പോവാനായിട്ടെന്ന്. അപ്പം അവരവിടേക്ക് പോണ റൂട്ടാട്ടോ. ഭയങ്കര ഭംഗി ഈ ഒരു സ്ഥലം കാണാനായിട്ട്. ഇങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ നമുക്ക് കണ്ട എന്ത് രസമെന്നറിയോ. അത് ഇങ്ങനെ മാത്രല്ല കേട്ടോ, രണ്ട് സൈഡ് ഒരേപോലെയാണ്. അത് ഈ സൈഡ് നോക്കുമ്പോഴായാലും കാണാം ഭയങ്കര ഭംഗിയാണ്. നമ്മളിതാ ഇഷ ടെമ്പിളിൻ്റെ അടുത്തേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു വലിയൊരു കവാടമൊക്കെ ഉണ്ട്. ആ കവാടം കടന്ന് ആ ഒരു എന്താ പറയുക ടെമ്പിളിൻ്റെ അടുത്ത് പോകണ ഒരു വഴിയാണ് കേട്ടോ അത്. ഇവിടെ എത്തിയിട്ടാ അതായത് കോയമ്പത്തൂര് ആദിയോഗി ഇഷ ടെമ്പിളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഫാമിലി ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ശ്രീജയുടെ ഹസ്ബൻഡ് കുമാർ, മോള് കീഷ്മ, മോൻ കിഷോർ കേട്ടോ. പിന്നെ ഒരു മോനും കൂടി ഉണ്ട് കേട്ടോ. അവന് ക്യാമറയിൽ നിൽക്കാൻ മടിയ കാരണം അവന് ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് പതുക്കെ പോവാണ് കേട്ടോ.
പിന്നെ കുറച്ച് നടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും ഒരു ചായയൊക്കെ കുടിക്കാന്ന് വെച്ചിട്ടാ. കാരണം കുറച്ച് ദൂരം ഉണ്ട് ഇങ്ങോട്ട് നടക്കാനായിട്ടേ. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് അറിയൂ, ഭയങ്കര കാറ്റാട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ ഇവിടെ നോക്കിയ കാളകളുണ്ട്, അവർക്ക് നമുക്ക് തീറ്റ കൊടുക്കാം. അപ്പോൾ ഇതാ കൺമണിയും അപ്പവും കാളയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എടുക്കുന്നുണ്ട് കേട്ടാ. കണ്ട ഒരു പ്ലേറ്റിൽ ഇതേപോലെ ഇതെന്ത് അവർക്ക് കൊടുക്കുന്ന പ്രത്യേക തീറ്റയാന്ന് തോന്നുന്നു കേട്ടോ. അല്ല അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് നല്ല വലിപ്പത്തിൽ. അപ്പോൾ കൺമണി കുട്ടി അത് കാട്ടി കൊടുത്ത പ്ലേറ്റ് ഇതേ ഞാൻ കൊടുക്കാൻ പോവാ. അതെ വേണ്ട വേണ്ട കൺമണി കുട്ടിയോടെ കൊടുത്ത് വേണ്ട മാമ വേണ്ട ഇല്ല എന്നാ പറഞ്ഞ മാമക്ക് വാ കൺമണി കുട്ടി കൊടുത്തോ. ആ വിദ്യാനെ നോക്കണു കേട്ടാ, എന്നെ നോക്കണു. അത് തുപ്പലുണ്ടാവും, അത് സാരില്ലതേ നക്കണ് കണ്ട ഫുള്ള് അങ്ങനെ കഴിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും മലയാണ് കേട്ടാ. അങ്ങനെ നമ്മൾ ഇഷാ ടെമ്പിളിൽ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചുറ്റും മലയാണെന്താ, ഇതേപോലെയാണ് കേട്ടോ മല. ഇങ്ങനെ ചുറ്റും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടാണ് ഈ മല നിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ എത്ര ആഗ്രഹിച്ച ആ ഭഗവാന്റെ മുന്നിൽ അല്ലെങ്കിൽ ആ മണ്ണിൽ നമ്മൾ നിന്നു എന്ന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും നമുക്കതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത്രയും ഒരു ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വരാൻ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എൻ്റെ മുന്നിൽ കാണുന്ന ആ ഭഗവാന്റെ ആ ചൈതന്യം എനിക്ക് കിട്ടുന്ന രീതിയിൽ മാക്സിമം ഞാൻ എന്താ പറയുക നമ്മുടെ ക്യാമറയിൽ ഞാൻ പകർത്താൻ വേണ്ടി എന്തായാലും ശ്രമിക്കാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഒത്തിരി മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അമ്മയ്ക്കിതേ വന്ന് അത്രയും ജനങ്ങളായിട്ട് ഇവിടെ നിൽക്കണത്. നമ്മുടെ ഭഗവാനെ ഞാനിതാ എത്രയോ വലിപ്പമുള്ളതാണ്, നമുക്കിതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം. ആളുകളൊക്കെ എത്രയോ ചെറുതാണ്. 112 അടി ഉയരാണ് ഉള്ളത് കേട്ടാ. ഇതാളിയനും പ്രീതിയും കൺമണിക്കുട്ടിയൊക്കെ ഇതാ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷൈഡിനായിട്ട് ഫോട്ടോ തുറക്കണേ. പിന്നെ ഞങ്ങളെല്ലാവരും മാറി മാറി വേഗം ഫോട്ടോ ഒക്കെ എടുത്തുട്ടാ. കാരണം ഇരുട്ടാകുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഫോട്ടോ ആണ് എടുത്തത്. പിന്നെ നമ്മളിതാ ഭഗവാന്റെ അടുക്കിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സ്റ്റെപ്പൊക്കെ കയറി വരാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അമ്മയ്ക്കായിരുന്നു പേടി, കാല് വേദന എടുക്കുക അങ്ങനെ. പക്ഷെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും അവിടെ നമുക്ക് നടക്കാൻ വേറെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മയ്ക്ക്. നമുക്ക് ശരിക്കും ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേ നമുക്ക് ഭയങ്കര കുറേ എന്താ പറയുക സംശയങ്ങളൊക്കെയാണ്. ഇതെങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചും ഇങ്ങനൊരു ചിന്ത വന്നവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യം ആലോചിച്ചതിന് പോണേട്ടാ. നമ്മുടെ ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചിട്ടുള്ള മാലാട്ടാ ഭയങ്കര പ്രത്യേകതയുണ്ട്. ഒത്തിരി രുദ്രാക്ഷങ്ങൾ അടുപ്പിച്ച് കുറേ ഇഴകളായിട്ടുള്ള ഒരു നല്ല കഴുത്തുള്ള ഒരു മാലയാണ് കേട്ടാ ഭഗവാൻ അണിയിച്ചിട്ടുള്ളത്. ഭയങ്കര പ്രത്യേകതയാ കാണുമ്പോൾ തന്നെ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ കാളവണ്ടിയുടെ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം എല്ലായിടത്തേക്കല്ല, പകുതി സ്ഥലങ്ങളിലേക്കൊക്കെ കാളവണ്ടിയിൽ പോവാം. യോഗ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊന്നും നമുക്ക് പോകാനൊന്നും കഴിയില്ല. അവിടേക്ക് നമ്മൾ നടന്ന് തന്നെ പോകണം. അതേപോലെ അവിടേക്ക് ക്യാമറയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വണ്ടിയിൽ 2 സൈഡിലേക്ക് ആളുകൾക്ക് ഇരിക്കാവുന്ന രീതിയിലായിട്ട് അവർ കൊണ്ടുപോകും. പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ വളരെ ഒരു പ്രത്യേകതയാണ് ലൈറ്റ് ഷോ. അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ ആളുകൾ ഇങ്ങോട്ട് കുറേ വരും കേട്ടോ.
methods of attainment, offering his disciples access to the deepest innards of creation. State of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos, and how it's becoming magnificence, a vision of the unfathomable mystery, the sages and Devi Parvati and everything. Seeing the splendor of this magnificent union, Anas, his constant companions, asked, "What about us?" Adi Yogi said,
ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ ദേ ഭഗവാൻ ഈ ഒരു നീല വെളിച്ചത്തിലായിട്ട് പിന്നെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നോട്ടെ. എത്ര സമയമൊന്നുമില്ല, ഒരു 1.5 മണിക്കൂറിനേക്കാളും കൂടുതൽ ടൈം നമ്മളവിടെ ഇരുന്നിട്ടാണ് പോന്നിട്ടുള്ളത്. പിന്നെ കൺമണിയൂട്ടിനൊക്കെ എടുത്ത് പറയണം കേട്ടോ, അവളൊക്കെ നല്ല ഉഷാറിൽ എത്ര ടൈം വേണമെങ്കിലും ഇരിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടി പോന്നു. അമ്മയ്ക്കായാലും അതേട്ടാ ഒരു ക്ഷീണ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇനി ആയാലും ഇങ്ങോട്ട് വരണം എന്നുള്ള നല്ല ആഗ്രഹത്തോടു കൂടി തന്നെയായിട്ട് നമ്മൾ പോരുന്നത്. അപ്പോൾ ജാതി മതമൊന്നും നോക്കണ്ട, വരാനായിട്ട് സൗകര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കാണണം കേട്ടോ. അത്രയും നമുക്കൊരു അത്ഭുതമാണ് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയണേ. പുത്തൂര് വന്നേ കൺമണിക്കുട്ടീനെ ഇവിടെ ഇറക്കണം കേട്ടാ. കൺമണിക്കുട്ടി നല്ല ഉറക്കായിട്ടുണ്ട്. വീടെത്താറയപ്പോഴായിട്ട് കൺമണിക്കുട്ടി ഉറങ്ങിയത്. അത് വരെ വണ്ടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൺമണിക്കുട്ടിനെ പുത്തൂര് ഇറക്കി. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ടാ. ഇപ്പോൾ സമയം എത്രയുണ്ട് ഉഷായിട്ടാ? ഇപ്പോൾ ഒരു 2 മണി. നമ്മൾ കുറച്ചും കൂടി നേരത്തേക്ക് എത്തിയനെ, കാരണം നമ്മൾ ഇടയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഫുൾ തിരക്കായിട്ട് അവിടെ എന്താ പറയുക ഫുഡില്ല, അങ്ങനെ മടങ്ങി. അങ്ങനെ കുറച്ച് ടൈമൊക്കെ അതേപോലെയാണ് പോയത് കേട്ടോ. അപ്പോൾ നിർത്തല്ലേ? ആ, അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം കേട്ടോ.